നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ് എയർ ഇന്ത്യ. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ എയർ ഇന്ത്യ വൈഡ് ബോഡി സർവീസുകൾ വെട്ടിക്കുറച്ചിരുന്നു. ഇതിന് പിന്നാലെ നാരോ ബോഡി സർവീസുകളും എയർ ഇന്ത്യ ഇപ്പോൾ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. 3 റൂട്ടുകളിൽ പൂർണ്ണമായും 19 റൂട്ടുകളിൽ ഭാഗികമായും നാരോ ബോഡി സർവീസ് താൽക്കാലികമായി നിർത്താനാണ് തീരുമാനം. ഇത് ആകെ നാരോ ബോഡി സർവീസുകളുടെ 5% താഴെ വരുമെന്നും എയർ ഇന്ത്യ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ബാംഗ്ലൂർ സിംഗപ്പൂർ, പൂനെ സിംഗപ്പൂർ, മുംബൈ ബാഗ്ഡോഗ്ര എന്നീ റൂട്ടിലെ സർവീസാണ് പൂർണ്ണമായും നിർത്തിയത്. ജൂലൈ 15-ാം തീയതി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർവീസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായാണ് ഈ നടപടി സ്വീകരിച്ചതെന്നും എയർ ഇന്ത്യ അറിയിച്ചു. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ക്ഷമ ചോദിച്ച എയർ ഇന്ത്യ പകരം വിമാനങ്ങൾ ഏർപ്പാടാക്കാനും മുഴുവൻ ടിക്കറ്റ് തുക നൽകാനും നടപടികൾ തുടങ്ങിയെന്ന് അറിയിച്ചു. 120 അന്താരാഷ്ട്ര ആഭ്യന്തര റൂട്ടുകളിലായി എയർ ഇന്ത്യയുടെ 600 നാരോ ബോഡി വിമാനങ്ങളാണ് ദിവസവും സർവീസ് നടത്തുന്നത്. നേരത്തെ 15% വൈഡ് ബോഡി സർവീസുകളും എയർ ഇന്ത്യ വെട്ടിക്കുറച്ചിരുന്നു. അഹമ്മദാബാദിലുണ്ടായ എയർ ഇന്ത്യ വിമാനാപകടത്തിൽ മരിച്ചവരിൽ 215 പേരുടെ DNA സാമ്പിളുകൾ പരിശോധിച്ച് തിരിച്ചറിഞ്ഞിരുന്നു. ഇതിൽ 198 പേരുടെ മൃതദേഹങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറി. ഇതിൽ 149 പേർ ഇന്ത്യക്കാരാണ്. 7 പോർച്ചുഗീസുകാരും 32 ബ്രിട്ടീഷുകാരും 1 കനേഡിയൻ സ്വദേശിയും മരിച്ചവരിൽ ഉൾപ്പെട്ടിരുന്നു.